ഹേ എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട്, സുഖമല്ലേ? ഞാൻ ഗ്രേക്കിനെ വിളിക്കാൻ വേണ്ടിയിട്ട് എയർപോർട്ടിൽ പോവാണ്. ഇന്ന് ഗ്രേക്ക് ലാൻഡ് ആവുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഫ്ലവേഴ്സൊക്കെ വാങ്ങി എയർപോർട്ടിൽ നിന്ന് തന്നെയാണ് വാങ്ങിയത്. ഗ്രേക്ക് ഞാൻ വരുന്ന ഫ്ലൈറ്റിന് തന്നെയാണ് വന്നത്. ഞാൻ ഇന്നലെ രാവിലെ എത്തി. ഇന്ന് രാവിലെ ഇപ്പോൾ സെയിം ടൈമിൽ ഗ്രേക്ക് വന്നു. ഗ്രേക്ക് സ്റ്റാഫ് ട്രാവലിലാണ് വരുന്നത്. അങ്ങനെ ഗ്രേക്ക് ലാൻഡ് ചെയ്തു. നമ്മൾ വന്ന് കിടന്നുറങ്ങി പിറ്റേ ദിവസം രാവിലെ തന്നെ സ്റ്റാർട്ട് ചെയ്തു. കാരണം ഞങ്ങൾക്ക് ഒരു ദിവസമേ ഉള്ളൂ. ഇത് കഴിഞ്ഞിട്ട് സോൾട്ടൺ വന്ന് ഞങ്ങൾ മൈസൂർക്ക് പോവാണ്. അപ്പോൾ ഒരു ഫസ്റ്റ് ഡേയിൽ, അതായത് ഒരൊറ്റ ദിവസത്തിൽ നമുക്ക് മാക്സിമം എനിക്ക് ഗ്രേക്കിനെ ബാംഗ്ലൂർ കാണിക്കണം. ആൻഡ് ഓൾസോ ഞാൻ എപ്പോഴും ഇവരുടെ അടുത്ത് പറയുന്ന കാര്യങ്ങളാണ് കേരളത്തിനെ പറ്റിയിട്ട്. അപ്പോൾ എനിക്ക് കേരള മീൽ കൊടുക്കണം. അങ്ങനെ ഫുൾ ഇന്ന് ഒക്യുപ്പൈഡ് ആയിട്ടുള്ള ഡേ ആണ്. അപ്പോൾ നേരെ ഞങ്ങൾ കേരളത്തിൽ പോയി നമ്മൾ കേരള മീൽ ഓർഡർ ചെയ്തു കേട്ടോ. ഗ്രേക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം ഇലയിൽ കുറേ ഫുഡ് ഷെഫ്സ് ഇങ്ങനെ വെക്കുമ്പോൾ ഗ്രേക്കിൻ്റെ മുഖത്ത് ആ എക്സൈറ്റ്മെൻറ്റ് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഞാൻ മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു, ക്രാബ് വാങ്ങി, പിന്നെ ബീഫ് ഇല്ലാണ്ടൊരു കളിയില്ല, അപ്പോൾ ബീഫും വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഫുഡ് ഇവിടുത്തെ ഭയങ്കര അടിപൊളിയാണ്. കാരണം എനിക്ക് മീനിൻ്റെ ക്രേവിങ്സ് വരുമ്പോൾ ഞാൻ അവിടെ പോയിട്ടാണ് കഴിക്കൽ. അപ്പോൾ ഗ്രേക്ക് കൈകൊണ്ട് കഴിക്കാൻ പോവാണ്. ആദ്യം പപ്പടം എടുത്തിട്ട് സ്പൂണ് പോലെ കഴിച്ച്. അതായത് ഇവർ എപ്പോഴും അങ്ങനെയാണ് കേട്ടോ ചെയ്യില്ല. അതായത് നോർത്ത് ഇന്ത്യൻ മീലാകുമ്പോൾ മറ്റേ പപ്പടം കട്ടി ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇവർ ആദ്യം പപ്പടം എടുത്ത് കഴിച്ച്, അത് കഴിഞ്ഞപ്പോൾ പിന്നെ മനസ്സിലായി പപ്പടം പൊടിഞ്ഞു പോവാണ്. അങ്ങനെ കൈ കൊണ്ട് തന്നെ മാനേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവർക്ക് ഫുഡ് കഴിക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല കേട്ടോ. അവരെവിടെ പോകുന്നോ അവിടുത്തെ ഫുഡിനെ റെസ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഇവരെ ഭയങ്കര ഇഷ്ടം. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് അവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ ഇതേപോലെ പെയിൻറ്റിങ്സ് ഒക്കെ ഉണ്ട്, മഞ്ജു വാര്യറും അങ്ങനെ പെയിൻറ്റിങ്സ് ഒക്കെ ഉണ്ട്. അവിടെ നിന്ന് വീഡിയോയും ഫോട്ടോ ഒക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ടും ഗ്രേക്കിന് മോസ്റ്റ് എക്സൈറ്റഡ് ആയിട്ടുള്ള കാര്യമാണ് ടുക്ടുക്കിൽ ട്രാവൽ ചെയ്യൽ. ഗ്രേക്ക് ഇന്ത്യയിൽ കുറേ പ്രാവശ്യം ട്രാവൽ ചെയ്തിട്ടുണ്ട്. ഈവൻ ദോ എമിറേറ്റ്സിൽ വർക്ക് ചെയ്യുന്ന സമയത്തും ട്രാവൽ ചെയ്തിട്ടുണ്ട്. ടുക്ടുക്കിൽ ഒത്തിരി യാത്ര ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും അവർക്ക് ടുക്ടുക്ക്, അതായത് നമ്മൾ ഓട്ടോറിക്ഷ എന്ന് പറയുന്നെങ്കിലും ഇവർ ടുക്ടുക്ക് എന്നാണ് പറയാം. അപ്പോൾ ടുക്ടുക്ക് എനിക്ക് തോന്നുന്നു ഓട്ടോറിക്ഷ അല്ല, വേറൊരു സാധനമാണ് ടുക്ടുക്ക്. പക്ഷേ ഇതിനെയും അവർ ടുക്ടുക്ക് എന്നാണ് പറയുക. അപ്പോൾ ടുക്ടുക്കിൽ കയറിയിട്ട് ഫുൾ എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. പുറത്ത് പശുവിനെ കാണുമ്പോൾ റോട്ടിൽ പശു എന്നുള്ള രീതിയിലുള്ള എക്സൈറ്റ്മെൻറ്റ് ഗ്രേക്കിൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഞാനും അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ടുക്ടുക്ക് എടുത്തിട്ട് നേരെ ബാംഗ്ലൂർ പാലസിലോട്ടാണ് പോയത്. പാലസ് കാണിച്ചു കൊടുക്കണമെന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മളത് നേരെ പാലസിൽ പോയി. അകത്തുനിന്ന് വീഡിയോ എടുക്കാൻ സമ്മതിച്ചില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ഞങ്ങൾ നാളെ മൈസൂർക്ക് ട്രാവൽ ചെയ്യുന്നുണ്ട്. മൈസൂർ സമ്മതിക്കും, പക്ഷേ ഇവിടെ ബാംഗ്ലൂർ വീഡിയോ എടുക്കുന്ന സമയത്ത് അവർ വീഡിയോ എടുക്കണ്ടെന്ന് പറഞ്ഞു. നമ്മൾ പുറത്തുനിന്ന് കുറച്ച് വീഡിയോസ് എടുത്തു. നേരെ അത് കഴിഞ്ഞ് കബ്ബൻ പാർക്കിൽ പോയിട്ട് കുറച്ച് റെസ്റ്റ് ചെയ്യാൻ പറ്റും. നല്ല ചൂടാണ്, വെയിൽ. അപ്പോൾ കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് വേറെ സ്ഥലമില്ല, എന്നുണ്ടെങ്കിൽ മാളിൽ കയറിയിരിക്കണം. അത് എനിക്ക് ഗ്രേക്കിനായിട്ട് പോകാൻ താല്പര്യമില്ല. കാരണം ഗ്രേക്കിന് മാക്സിമം ആ വൺ ഡേ ഫുൾ എക്സ്പീരിയൻസ് കൊടുക്കണമെന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കബ്ബൻ പാർക്കിൽ പോയി. അത് കഴിഞ്ഞ് ഇറങ്ങാനായപ്പോഴത്തേനും നല്ല മഴ വരാനായി, നല്ല കാറ്റുണ്ടായിരുന്നു. അപ്പോൾ ഗ്രേക്കിൻ്റെ അടുത്ത് വെച്ച് ഇത് കോമൺ ആണ് കാറ്റ്. കാരണം ഗ്രേക്കിന് പെട്ടെന്ന് എന്താ പറയാ, ഒരു പേടി വന്നു. കാരണം ഇത്രയും കാറ്റ് വീശിയപ്പോൾ. പക്ഷെ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം കാറ്റ് വീശിയപ്പോൾ പൂക്കളൊക്കെ വീഴുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നേരെ അവിടെ നിന്ന് നടന്നിട്ട് വിധാൻ സൗദ കാണാൻ പോയി. വിധാൻ സൗദ ബാംഗ്ലൂരിൻ്റെ ഒരു അട്രാക്ഷൻ തന്നെയാണ്. ഗവൺമെൻറ് ബിൽഡിംഗ് ആണ്, നമുക്ക് അകത്തേക്ക് ആക്സസ് ഇല്ല, ബട്ട് നമുക്ക് പുറത്തുനിന്ന് കാണാൻ പറ്റും. അത്യാവശ്യം ക്രൗഡും ഉണ്ടാവും. പീപ്പിൾ വിൽ കം ടു സീ ദിസ്. കാരണം സ്ട്രക്ചർ അടിപൊളിയാണ്. അത് കഴിഞ്ഞ് നമ്മൾ മെട്രോക്കാണ് പോയത്. കാരണം ഇവിടുത്തെ മെട്രോ എക്സ്പീരിയൻസ് ചെയ്യണമല്ലോ. അങ്ങനെ നമ്മൾ നേരെ ചർച്ച് സ്ട്രീറ്റിൽ പോയി. അവിടുന്ന് പാരഗണിൽ നിന്ന് ഫുഡ് കഴിക്കാനുള്ള വയറുണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ ചായയും കാപ്പി ഓർഡർ ചെയ്തു. കാരണം രണ്ടും എക്സ്പീരിയൻസ് ചെയ്യണമല്ലോ. അവിടെ നിന്ന് നമ്മൾ പഴംപൊരിയും ചായയും പിന്നെ സമൂസയും വാങ്ങി. അപ്പോൾ ഗ്രേക്ക് ചായ കുടിച്ചപ്പോൾ ഗ്രേക്കിന് ചായ ഭയങ്കര ഇഷ്ടമായി. കാരണം ആ ഒരു ഫ്ലേവർ ഭയങ്കര ഇഷ്ടമായി. ആ ചായൻ്റെ കറ ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു. നല്ല ചായയാണ് കേട്ടോ പാരഗണിൽ. അങ്ങനെ നല്ലൊരു ഈവനിങ് വൈബായിരുന്നു. കാരണം അത്യാവശ്യം മഴ പെയ്തിട്ട് ഒരു തണുപ്പും ഉണ്ടായിരുന്നു. ഒത്തിരി ചൂടിൻ്റെ സമയത്ത് കുറച്ച് മഴ പെയ്യുമ്പോൾ ഭയങ്കര റിലീഫല്ലേ. അങ്ങനെ നമ്മൾ ചായയൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയപ്പോൾ പിന്നെയും മഴ ചാറി. അങ്ങനെ നമ്മൾ നെക്സ്റ്റ് പ്ലാൻ ബിയിലോട്ടാണ് പോകുന്നത്. അതിൻ്റെ ഇടയിൽ നമ്മളൊരു ചർച്ച് പാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് ഗുഡ് ഫ്രൈഡേ ആയതുകൊണ്ട് അവിടെ ഹോളി മാസ് നടക്കുന്നുണ്ടായിരുന്നു. ഭയങ്കര അടിപൊളി വൈബായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ പ്ലാൻ ബി പോയി. അടിപൊളി വിങ്സാണ്. ഇവിടെയൊക്കെ വരുമ്പോഴായാലും നമുക്ക് പ്ലാൻ ബിന്ന് വിങ്സ് വാങ്ങൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് കഴിഞ്ഞ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം സോൾട്ട് വന്നപ്പോൾ ഇവിടെ ബിഗ് ബ്രൂസ്കിയിൽ പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ അവർ
ബ്രൂയിങ് ചെയ്യുന്ന ബിയേഴ്സ് കിട്ടും. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ ഗ്രേക്കിനെ കൊണ്ടുവന്നപ്പോൾ സോൾട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്രേക്കിനെ അവിടെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ നേരെ ബിഗ് ബ്രൂസ്കിയിൽ വന്നു. ബിഗ് ബ്രൂസ്കി ടുവേർഡ്സ് മൈ പ്ലേസ് ആണ്, എൻ്റെ അടുത്താണ്. അപ്പോൾ നമ്മൾ ഫൈനൽ സ്റ്റോപ്പായിട്ടാണ് നമ്മൾ ബിഗ് ബ്രൂസ്കി വെച്ചത്. അത് കഴിഞ്ഞ് അങ്ങനെ ഈ ബിഗ് ബ്രൂസ്കിന്ന് ഡിന്നറൊക്കെ കഴിച്ച് നേരെ എൻ്റെ റൂമിലോട്ട് വന്നു. ഇനി കുറച്ച് നേരം ഉറങ്ങാൻ സമയം പറ്റുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോൾട്ടൻ കുറച്ച് നേരം കഴിയുമ്പോഴത്തേനും ലാൻഡ് ആവും. 3 മണിയാകുമ്പോഴത്തേനും സോൾട്ടൻ ലാൻഡ് ആവും. ആൻഡ് ഓൾസോ വി ഹാവ് ടു ട്രാവൽ ടു മൈ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ, സി യു.